घर चले जाना चाहिए। मैंने तुमसे कहा ना अभी इसी वक्त घर चले जाओ। देखा ही नहीं गया, अब तुम क्यों को भी भेज दो। ये जो ही जाएगा मैं वही करूंगा, मुझे बच जाओ। मैंने लेकर तुम्हारे घर ही आ रहा था। अच्छा तो चलो साथ में चलते हैं। ഞാൻ ഓർക്കുന്നത് എന്താണെന്നറിയാ, ഇവിടെ കണ്ട് പൂച്ചയിരുന്ന് തട്ടുന്നത്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ച രാവിലത്തേടാണ് കേട്ടോ. ഞായറാഴ്ച നമ്മൾ സൂചിച്ചിലൂടെ പോയതാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്കും ഷാജിയണ്ണൻ ജോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ പത്രം വായിക്കുന്നത് രാവിലെ കേട്ടോ. ഇവിടെ പത്രമൊന്നും വരുത്തുന്നില്ല വീട്ടിൽ. അതിൻ്റോടൊപ്പം തൊഴിൽ വീതി കണ്ടപ്പം ഞാൻ പഴയ കുറേ ഓർമ്മകളിലേക്ക് അങ്ങോട്ട് പോയി. എത്രയോ കാലം തൊഴിൽ വീതിയൊക്കെ വാങ്ങി വളരെ പ്രതീക്ഷയോടെ ഓരോന്നൊക്കെ ആപ്ലിക്കേഷൻ അയച്ച് കാത്തിരുന്നതാണെന്നൊക്കെ ഞാൻ അന്നേരം ഓർത്തു. പിന്നെ രാവിലത്തേക്ക് ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു. ചായ ഇട്ടു. മോനുകുട്ടൻ കഴിക്കുന്നു, ഞാനും കഴിക്കാൻ പോവാണ്. ഇവിടെ തൊട്ടടുത്ത പാടത്തിൽ കളയൊക്കെ നീക്കാൻ വേണ്ടിയിട്ടുള്ള തൊഴിലുറപ്പ് പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചേച്ചിമാരൊക്കെ ഇവിടെയാണ് അവരുടെ ബാഗൊക്കെ കൊണ്ടുവെക്കുന്നതും ഡ്രസ്സ് മാറുന്നതും ഒക്കെ. പാടിക്കും. ആര് പാട്ടുവാണരുളും ജഗന്നാഥം തമ്പിയോട് കാത്തുരക്ഷിക്കണതന്റെ സ്വാമിയോടല്ലോ. കൃഗതി 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 തിത്തഗതി കാർത്തിയാണി നിന്റെ പാദം കാർത്തിയാണി നിന്റെ പാദം കൈവണങ്ങുന്നേ. കൃഗതി തിത്തഗതി കാർത്തിയാണി നിന്റെ പാദം കൈവണങ്ങുന്നേ. നമ്മുടെയും വഞ്ചിയെയും കാത്തുകൊള്ളണവേ. 81 സൂര്യക്കാരും 4 നീലപ്പാട്ടുകാരും 4 നീല പങ്കായക്കാർ കാത്തുകൊള്ളണവേ. ബാലിക ശ്രീരാമ ൂലാനന്ദ ആയു സുഗ്രീവനെ താരയും ഗോരിയോ. അറിഞ്ഞു വല്ലാതും കൂടി നന്നായക്കണവേ. രാമചന്ദ്രൻ തക്ഷണമെന്നരുൾ ചെയ്തു തമ്പിയോടപ്പോതെ. 4 മാസം മലമിലെ രാമചന്ദ്രനിരുന്നാൽ നല്ല പോലെ വിപുലയിൽ പാണു സുഗ്രീവൻ. ലക്ഷ്മണനുമാനുജന് കടാക്ഷിച്ചു രാമചന്ദ്രൻ തക്ഷണമെന്നരുൾ ചെയ്തു
തമ്മിയോടപ്പോ ചെയ്തോ 4 പേരെ ഒന്ന് അറിയിച്ചു കൊടുത്തു മോളെ കോട്ടയത്തേക്ക് വന്നു ആ ആ. വയ്യേ ചാടുവോ വരാൽ വന്നിച്ചു വരാൽ സുചേച്ചി അതിനെ ക്രൂരമായി വധിച്ചു അതല്ല സുചേച്ചി ഓടിക്കുമെന്നും പറഞ്ഞു പാവം വെട്ടി കണ്ടിട്ട് കൂട്ടാൻ വെക്കുമ്പോ ഒരു പാവമില്ല എനിക്ക് കയ്യിൽ തന്നെ ഉളയ്ക്കുന്നോണ്ട് പേടി തൊട്ടോടാ എന്തോ മീനല്ലയോ തൊട്ടെ ഇതെന്തോ കരിമീൻ അല്ല എനിക്ക് ചിരിക്കാൻ വയ്യ മാള് തൂക്ക് മാള് ജോലി ചെയ്യുന്ന കാണിക്കാന്ന് പറഞ്ഞ മാള് പിന്നെ രാവിലെ നീരാട്ടൊക്കെ കഴിഞ്ഞതോട്ടെ ഇനി അടുത്ത ആളിനെ കാണിക്കാം അവിടെ അംഗമാണ് അംഗം കണ്ടു കോഴിയൊന്നും വേണ്ട അയ്യോ ഇത് ഷാജിയണ്ണന്റെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ജീവിതത്തിൽ പേടിയുള്ള സാധനം ഇത് വെട്ടുന്നത് ഇവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ പോയി മേടിക്കും കോഴിയുടെ നല്ല കണ്ടിരിക്കുന്നു ഞാനിങ്ങനെ വരാനും മേടിച്ചേ ചാളപ്പച്ചിയുടെ മോളും മരുമനും കൂടെ ആണല്ലോ ഓടി ഞാൻ ഇങ്ങോട്ട് വന്നു ഇത് ചാടി ഓടുവോ ഞാൻ ഇതിന്റെ പുറകെ അവിടിട്ട് വെട്ടി അവിടിട്ട് പറ്റത്തില്ല അത് പോയ വഴിക്ക് എല്ലാം ഇട്ട് ഞാൻ പറ്റും ഇതിന്റെ മണ്ടക്ക് ഇരുന്നവര് പണി നിർത്തിയിട്ട് നോക്കിയിരിക്കുവാ ഞാൻ എന്തോ ഏറ്റവും ഓടി കൊലപാതകി ാകത്തില്ല അതോ പിടയ്ക്കുന്ന മീൻ കാണണമെങ്കിൽ വാ മോനുവേ മീൻ വേണ്ട സുചേച്ചി സുജാമ വെട്ടി വെച്ചേക്കുന്ന മീൻ അതിനകത്തും ചാടുന്നു കണ്ടു ചാടുന്നുണ്ട് മീൻ ജീവനുണ്ട് അതിന് പല്ലുണ്ടോ പല്ലിന് കാണിക്കും അതിന്റെ പല്ലൊന്ന് കാണിക്കണേ മോനുവിന് മീൻ കല്ല് വെച്ച് തേക്കുമ്പോൾ ഇതിൻ്റെ ഉളുമ്പുണ്ടെങ്കിൽ ആ കല്ലിലിട്ട് ഉപ്പും കൂടിയിട്ട് തേച്ചാൽ മതി പോയാണ് കണ്ടോ ഇത്രയും പാമ്പ് കിട്ടിയില്ല കണ്ടോ ഇത് ആ മാംസം ഉണ്ട് ഇതിൻ്റെ നീ ഇത് കല്ല് വെച്ച് കണ്ടിച്ചിട്ട് എടുത്തിട്ടേ പോകാവുള്ളൂ ഇത്രയും ഭാഗം ഇങ്ങനെ കണ്ടിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ വെച്ചാൽ എടുത്താൽ മതി ഇതിനകത്തിൽ ഇനി ഈ സാധനം അതെടുക്കണം
കണ്ടിട്ട് തല കളിക്കാം. ചിലപ്പം തൊലിയെല്ലാം കളഞ്ഞ് കഷ്ടിക്കാൻ നേരമായിരിക്കും. അന്നേരം ഇനി ഞാൻ എടുക്കാൻ ചോറ് ഇന്നലെ ഇതിന്റെ പ്രശ്നമാണ്. ഞാനെടുത്ത് ഫ്രീസറിനകത്ത് കയറ്റി വെക്കും. ഞാനങ്ങനെ വെക്കുവാറ്. വീണോ മാങ്ങ? ഇത് വിശാല് ഇവിടെ ഒരു കഥ ഇങ്ങോട്ട് അതേ പേര് കഴിച്ചോ? ഇല്ല കഴിയാൻ പോകും. പൈസ ഇടും. മോനും എന്ത് മോന് തൊണ്ട മുറ്റത്ത് സൈക്കിളേൽ. അതുകൊണ്ട് അച്ചാച്ചൻ വിളിക്കുന്നു, മോനുവേ. ഹായ്. പിന്നെ അറിയാം മോനെ, അറിയാം അറിയാം. അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോരാ, അവരൊരു ഇത് ഇതാണ് ഈ സൂര്യപ്രകാശം വർദ്ധിക്കുന്നത്. ഇരുട്ടാടാ, ഇരുട്ടാ, മുഖം കണ്ടില്ല. ഹായ്. ഞങ്ങള് ഫുഡ് കഴിക്കാൻ പോവാ. ഓ, ആ ഉപ്പനാണ്. നിന്നെ വന്ന് നോക്കിട്ടങ്ങ് പോയടാ. ഓ, ഈ അപ്പൂപ്പനാണോ? ഇന്ന് കഴിക്കാനുള്ള പഴുത്ത മാങ്ങ. ഇന്ന് നമ്മൾ ഉച്ചക്കലത്തേക്ക് കറി വെക്കാനുള്ള മാങ്ങ കേട്ടോ. സുചേച്ചിയുടെ സ്പെഷ്യൽ പഴുത്ത മാങ്ങ കറിയുണ്ട് ഇന്ന് കേട്ടോ. ഇവിടെ വന്നപ്പം മുതൽ മാങ്ങ കഴിക്കുക കേട്ടോ. പഴുത്ത മാങ്ങ ഇഷ്ടം പോലെ വീണ് കിട്ടുന്നുണ്ട്. പിന്നെ അതങ്ങ് പുളി കഴിക്കുക. സുചേച്ചി വരാലൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാരുടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയണം കേട്ടോ. ഞാൻ അവർ പോകുമ്പോൾ ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരുന്നപ്പോഴത്തേക്ക് പാട്ട് പാടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം, ഒരു പാട്ട് പാടാൻ. അങ്ങനെ പാടിയതാട്ടോ. ഒരു കൊതിക്കിച്ചിരി പഴുത്ത മാങ്ങാക്കറി ഞാൻ ചോദിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തോളൂ സുചേച്ചി കേട്ടോ. കേട്ടോ, ഒരു ചരുവം പഴുത്ത മാങ്ങാക്കറിയാ വെക്കുന്നത് കേട്ടോ. ഇതെല്ലാം ഞാൻ കൂട്ടി തീർക്കണം. എൻ്റെ ദൈവമേ, 25 മാങ്ങ. എല്ലാവരും ബ്രാഗും ഇതെല്ലാം കൂടെ ആരാ തിന്നുന്നതെന്ന് ഓർത്ത്. അതിൻ്റെ ഇടയ്ക്ക് കപ്പ മേടിച്ചു. പാവം കൊച്ചിനെ എൻ്റെ പേരും പറഞ്ഞ് ഇവിടുന്ന് ഓടിച്ചു. വരാല് കറി, കപ്പ വേവിച്ചത്, ഒരു കലം ചോറ്, ഒരു ചരുവം പഴുത്ത മാങ്ങ കറി, ഇപ്പൊ നല്ല കപ്പ. സുചേച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. അയ്യോ, മോനുകുട്ടൻ വന്നിടക്ക സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് ഒരേ നടപ്പാണ്. മുത്തുള്ളപ്പം വെറുതെ അതിൽ കയറി ഇങ്ങനെ ചവിട്ടിയൊക്കെ നോക്കും. ഇപ്പം അവൻ തന്നെ ഉള്ളതുകൊണ്ട് അവന് പേടിയാട്ടോ. എനിക്കാണെങ്കിൽ അത് പിടിച്ചോണ്ട് അങ്ങനെ ബലം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവൻ വെറുതെ ഉരുട്ടിക്കൊണ്ട് നടക്കുക. ഇപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നെയാണ്. നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ പോവാണ്. എല്ലാം റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് സൂചേച്ചി കേട്ടോ. ഞങ്ങൾ ചോറുണ്ണാൻ പോവുകയാണ്. സുചേച്ചി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എന്തൊക്കെ വിഭവങ്ങളാണ് ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ. പിന്നെ പഴുത്ത മാങ്ങ
കപ്പ വേവിച്ചത്. ഇത് ഷാജിയണ്ണൻ ചൂണ്ടയിട്ട് പിടിച്ചോണ്ട് വന്ന മീനാട്ടോ, വറുത്തത്. ആ പിന്നെ ചോറ്. ഇതെന്തുവാ സുജ ചേരുന്നതിന്? വരാല് കറി കേട്ടോ. സുഭിക്ഷമായിട്ട് അങ്ങോട്ട് കഴിക്കാൻ പോകണം. മോനുകുട്ടനും മാളും കൊച്ചുമാളും അവരൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങോട്ട് പിടിക്കുവേ. സുജിക്ക് മീൻ വറുത്തില്ലായിരുന്നു. പിന്നെയും വന്നു. ഉച്ചക്കലത്തേടെ ഒക്കെ കഴിഞ്ഞ് സുജേജി ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട്. കുറേ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സീരിയലൊക്കെ കാണുന്നുണ്ട്. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് പിന്നെ പോയി കിടന്നൊന്ന് ഉറങ്ങി. ഇങ്ങനത്തെ അമ്മമാരെ കിട്ടാൻ തപസ്സിരിക്കണം. ഉറക്കവും ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം വിചാരിച്ചു ചുമ്മാ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പോകാമെന്ന്. കുഞ്ഞാവ് വരെ ഉണ്ട്. ഞാനോ എന്നാ മത്തി ആരും ഒന്നും ചെയ്യത്തില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്ര മതിയോ? മതിയോ? കേട്ടോ? ഓക്കെ. മോനുകുട്ടോ, മോനുവേ വേണ്ട ഇങ്ങോട്ട് വന്നേ. ഇത് കണ്ടോ, കുഞ്ഞു ചണ്ട കൊട്ടാൻ വന്നേ. കൊട്ടിക്കും കൊട്ടെ. കൊട്ടി കൊട്ടി. ചവിട്ട് മോന് കൂട്ടാതെ കയറിയിരുന്നു. നാളെ ഇവിടെ നിൽക്കണേ, പഠിക്കണം. പഠിച്ചിട്ട് ഓ
ഇങ്ങോട്ടൊന്നും ഇറങ്ങണ്ട കേട്ടോ. വേണ്ട ഇറങ്ങണ്ട, ഇങ്ങോട്ട് ഇറങ്ങണ്ടേ. ചേട്ടന്മാര് വന്നാലും എന്നോട്ട് വരുന്നതിന് ഓർക്കുവായി. മനസ്സ് പറഞ്ഞു വേണ്ടാന്ന്. മനസ്സ് പറയുന്നത് കേൾക്കും. മനസ്സ് പറയുന്നത് നമ്മളെ യേശോപ്പച്ചൻ പറയുന്നേ മനസ്സ് കൊണ്ട് കേട്ടോ. ഇതിനകത്തൊരു ആത്മാവുണ്ട് യേശുവിന്റെ. സൂപ്പർ സ്റ്റാർ വരുന്നു. മമ്മി സൈക്കിൾ നോക്കണേ, പോവല്ലേ. അല്ല സൈക്കിൾ മുമ്പത്തോണ്ട് കണ്ടൊക്കെ കിടന്നു. എനിക്ക് പേടിയ. അല്ലാതെ വെള്ളമുണ്ടോ? ഇച്ചിരി വെള്ളമേ ഉള്ളൂ. പോസ്റ്റൊക്കെ കയറി എപ്പുറത്തോട്ടിറങ്ങാം. വഴി പറഞ്ഞു തരുന്ന ആൾ സിന്ധു പരിചയപ്പെടുത്തുന്നു. പക്ഷെ ഇവരങ്ങ് വരെ എടുത്തില്ലേ? ഇല്ല, അവിടുന്ന് മീൻ പിടിക്കും. അവരിറങ്ങും. ഇല്ല, പെണ്ണുങ്ങളോ അതിനകത്ത്. ഇതെല്ലാം അവര് വാരി വെക്കുന്ന അതിനകത്ത്. പിന്നെ ഇത്തരം വെള്ളം അതല്ലേ അവരെ. ആന്റിമാരും അമ്മച്ചിമാരെല്ലാം വന്നില്ലേ, അവരത് ക്ലീൻ ചെയ്തു. ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളില് ഇങ്ങോട്ടുണ്ട്. അത് കിടക്കാൻ ഇല്ല. ഈ മുളി എനിക്ക് കൂടെ ഒന്ന് പിടിച്ചായിരുന്നു കേട്ടോ. അടിച്ചു മാറ്റാൻ ഇരിക്കുക തീവ്രവാദി. തീവ്രവാദി അടിച്ചു മാറ്റല്ലേ. അമ്മ പോകുന്നില്ല, അമ്മയ്ക്ക് പേടിയാ. അവിടെ ചെല്ലുന്നുണ്ട് നമ്മുടെ കാല് തേടറും. അമ്മ വെള്ളത്തിൽ കിടക്കും. ഞാൻ പോയിക്കോട്ടെ. വേണ്ട വേണ്ട, ഞാൻ സൈക്കിൾ ചാട്ടം പഠിച്ചു. ചവിട്ടി നാളെ കൂടി നിന്ന് പഠിക്കണം. നാളെ കൂടെ നിൽക്കാനുള്ള സയന്റിഫിക്കൽ മൂവ്മെന്റ് ആണ്. സൈക്കിള് പഠിക്കുവാണ്, നാളെയും കൂടെ നിന്ന് പഠിച്ചാൽ ഓക്കെ ആണെന്നൊക്കെ പറയുന്നത്. സാധനമുണ്ട്, പക്ഷെ ഞാനതവിടെ ഇച്ചിരി കൈ കൊണ്ട് അവിടെ നടന്നു പിടിക്കും. ഇതാകുമ്പോ അത് ഫോണധികം ഇങ്ങനെ ഷെയ്ക്ക് ആവത്തില്ല. നമുക്കിങ്ങനെ ഒത്തിരി ഹൈറ്റിലൊക്കെ പിടിക്കും. പ്രകൃതി ഭംഗിയൊക്കെ പിടിക്കാൻ ഇങ്ങനെ കൊണ്ടുപോകും. മൈക്കോളിന്റെ അറിയും ചോദിക്കും, ഇതെന്തുവാ കടത്തമേ? ഒരാളെന്നെ പിക്കപ്പ് ചെയ്യാൻ വരും. വേണ്ട, പിക്കപ്പ് ചെയ്യുന്ന ആളിന് ഇതുവരെ നേരെ നിൽക്കാൻ അറിയത്തില്ല, സൈക്കിള് നേരെ ചവിട്ടാൻ അറിയത്തില്ല. ആളെന്നെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. നല്ലതാ. ഒരാളാ പാലത്തെ കൂടെ പോവാ. എനിക്ക് പൊക്കിയെടുക്കാനുള്ള ആരോഗ്യമില്ല, ഞാൻ പറഞ്ഞേക്കാം. ആംബുലൻസിനെ വിളിക്കണ്ടേ? പോന്നോട്ടെ, കാണാലോ. ഇനി പോരെ സുചേച്ചി, എനിക്ക് കണ്ടിട്ട് പേടി വരും. അമ്മക്ക് കണ്ടിട്ട് പേടി. വേണ്ട, ഒരു നൂൽപ്പാലത്തെ കൂടെ പോവാൻ പോയേക്കുവാ. ഇപ്പൊ അങ്ങ് പോവും. ഇനി പോരെ. പോയിട്ട് അവിടെ ചുമ്മാതാ സുചേച്ചി, അവനങ്ങനെ പലതും പറയും. സുചേച്ചി ഇങ്ങോട്ട് പോവാ. വേണ്ട, മോനുകൂട്ടം പോരുത്. വേണ്ട വേണ്ട, ശക്തിക്കൊന്നും കാര്യമില്ല. വെള്ളത്തിന്റെ മുന്നിൽ ശക്തിക്കൊന്നും ഒരു കാര്യം അല്ല. ഇവിടെ ശീലമുള്ളവർക്ക് പറ്റും. അതാ ഞാൻ പറഞ്ഞു, ഒരു 10 ചോട്ടടി നടന്നാൽ ഇങ്ങോട്ട് വരാം. സൈക്കിള് ചവിട്ടി അത് ഉരുട്ടി ഉരുട്ടി നടന്നു, കൈയെല്ലാം ചുമന്നു. ഒരാൾ എൻ്റെ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഫോണിനകത്ത് കേട്ടോ. എങ്ങനെയൊക്കെ ആയി തീരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഇട്ട് കഴിഞ്ഞേ അറിയത്തുള്ളൂ എന്തുവാന്നും.
എൻ്റെ പേരെന്തോ? റൂബി റോക്സ്. ഓ, ഹലോ റൂബിയോ? ഹലോ റൂബി. ഹലോ റൂബി. കരയുന്നേ എന്തിനാ റൂബി? ആ റൂബി റൂബി. ആ, ഇത് വലിയ പേരൊക്കെ ആവുന്നത്. അതിനെക്കാട്ടും വലിയ പേരൊക്കെ കടയിൽ കിട്ടും അല്ലേ? ഇതാണ് മാവ്. മൈസൂർ പാക്ക് കണ്ടോ? നമ്മുടെ പറമ്പിലെ അല്ല, അതുകൊണ്ട് അധികം ഫോക്കസ് ചെയ്യുന്നില്ല. ഓ മറ്റേതാ. ഇഷ്ടം പോലെ പേരയ്ക്കാൻ നിൽപ്പുണ്ട്, പക്ഷെ വിളഞ്ഞില്ല കേട്ടോ. ഇതിലെല്ലാം ഉണ്ട്, എല്ലാം പൊട്ട, നമുക്ക് കഴിക്കാൻ യോഗമില്ല പ്രിയങ്ങളെ. നിറയെ ഉണ്ട്. ആ ആ, അതുപോലെ വിളഞ്ഞോ നോക്കും. മോനുവേ കുളിച്ചോ? എന്റെ ദൈവമേ, ഇതിനകത്തൊന്ന് ഉറങ്ങാറായില്ലോ ഈ പിള്ളേർക്ക്. ഇതിനകത്ത് ബേബിക്കോൺ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കുന്ന പോലെ രണ്ടും അതിനകത്ത്. മാളൂനെ പിന്നെയെങ്കിലും ഞാൻ ഇടയ്ക്കെങ്കിലും കണ്ടു. ലവണെ ഒട്ടും കാണാൻ കിട്ടാത്ത കൊച്ചു മാളൂന്. നീ കുളിക്കുന്നില്ലയോ? അമ്മ അവിടെ പെട്ടിപ്പോ പെട്ടു. എമർജൻസിയിലേക്ക് അങ്ങോട്ട് ഇട്ടപ്പോൾ ആ റൂം നഷ്ടപ്പെടണം. ഞാനേ എങ്ങനെയാണല്ലേ അയ്യോ, അതെ, എല്ലാം തലതിരിഞ്ഞാ കാണിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും കുനിയാൻ പറ്റത്തില്ല, ഞാൻ പഴയ ജിമ്മ. എനിക്ക് അങ്ങനെയൊന്നും കുനിയാൻ ഒക്കത്തില്ല ശരിയെണ്ണ. അയ്യോ, ഷാജിയണ്ണൻ ജോലിയും കഴിഞ്ഞൊക്കെ വന്നു. മഴ ആയതുകൊണ്ട് കുറച്ച് നേരം കറണ്ടൊക്കെ പോയേക്കുവാണ്. പിന്നെ ഉള്ള വെട്ടത്തിൽ ചോറുണ്ണാന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് താമസിച്ചു. ഞങ്ങൾ കഴിക്കാനിരുന്നതാ. എൻ്റെ മോന്തായം കുറച്ച് ബ്ലിങ്കസ് ചെയ്യാനിരിക്കുക കേട്ടോ. നമ്മൾ എവിടേക്ക് ഓടിപ്പോയാലും നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കൂടെ വരും അല്ലേ? അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ. അവർക്ക് വഴി അധികം പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ ഇടം കഴിഞ്ഞു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.